എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യൂത്ത്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വചനം വെറുതെ വായിച്ച് വിട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. വചനത്തെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ശരിക്കും വചനത്തെ നമ്മൾ നമ്മുടെ ഒരു സ്വത്തായി തന്നെ കാണണം. പിതാവായ ദൈവം നമുക്ക് നൽകി തന്ന ഏറ്റവും വിലയേറിയ ഒരു ദാനമാണ് തിരുവചനം. കുറച്ച് നേരം കിട്ടുമ്പോൾ തന്നെ അവന് ബൈബിള് കേൾക്കാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു അധ്യായങ്ങൾ കേട്ടു, 2 ദിവസം ആകുമ്പോഴത്തേക്ക് അത് കൂടുതലിലോട്ട് മാറി. അങ്ങനെ അത് കുറേ നേരം അവന് ഒഴിവുള്ള സമയം മുഴുവനും ഇരുന്ന് ബൈബിള് കേൾക്കാനായിട്ട് അവന് കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. നമ്മളിപ്പം സാധാരണ ഏത് ബുക്സ് എടുത്ത് വായിച്ചാലും അതിപ്പോൾ ഒരു സ്റ്റോറി ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സയൻസ് സംബന്ധമായിട്ടുള്ള ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ജനറൽ നോളജിൻ്റെ ബുക്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഏത് ബുക്സ് എടുത്ത് വായിച്ചാലും നമുക്ക് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വായിക്കുന്നോറും വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനാണ് നമുക്ക് തോന്നുന്നത്. കാഴ്ചയുടെ പരിമിതികൾ ഡെറിക്കിനെ തളർത്തിയിരുന്നില്ല. ഡെറിക്കിൻ്റെ ഇടം വലം കണ്ണുകളായി എന്നും അവൻ്റെ കൂടെ ചേട്ടൻ ഡോണും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ചേട്ടൻ അനിയൻ ബന്ധത്തിൽ ഉപരി നല്ല സുഹൃത്തുക്കളായിരുന്നു. ഡെറിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ സഹോദരന് 100 നാവാണ്. ഹലോ, എൻ്റെ പേര് ഡോൺജോ തോമസ്. ഞാൻ ഡെറിക്കിൻ്റെ ചേട്ടനാണ്. കുഞ്ഞുനാളിൽ ഡെറിക്കിന് ഈ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഒരു സർട്ടൻ ഏജ് ആയിട്ടാണ് എൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് പറയുന്നത്. കാരണം എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ എന്ന് എൻ്റെ പേരൻസിന് അറിയത്തില്ലായിരുന്നു. ഞാനൊരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവരോട് കളിക്കുകയും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എനിക്കൊരു അനിയൻ വരാൻ പോകുന്നു. സോ എനിക്ക് ആക്ച്വലി മമ്മി ട്വിൻസാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, എനിക്ക് 2 പേരും എനിക്ക് കളിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ആ ഡെറിക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഞാനൊരു കുറച്ച് മെച്യൂറായി വരുന്ന രീതി ആ സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തന്നതെന്ന്. പിന്നെ ഞാൻ വെളിയിലോട്ട് പോകാൻ നേരമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു, എന്താണ് നിനക്ക് ഇങ്ങനെ വന്നത്, എന്താണ് നിനക്ക് ഇങ്ങനെ വന്നതെന്ന്. അപ്പം ഞാൻ പറയണ്ടേ, എടാ എന്തെങ്കിലും ഒരു കാരണം കാണും. ദൈവം നമുക്ക് ഇങ്ങനെ ഒരു ടഫ്നെസ് നമുക്ക് തരണമെങ്കിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ചാലഞ്ച് ആയിക്കൊണ്ടായിരിക്കും ദൈവം തരുന്നതെന്ന്. അങ്ങനെ വന്നു. ഞാൻ പിന്നെ ശരി ഡെറിക്കിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാൻ തുടങ്ങി. കാരണം ഡെറിക്ക് എൻ്റെ കൂടെ ആയി കഴിഞ്ഞാൽ ഒരു നോർമൽ ആൾക്കാരുടെ തൊട്ട് അവൻ ഒരു സാധാരണ ഒരു പയ്യൻ്റെ തൊട്ട് ഒരു കുഞ്ഞിൻ്റെ തൊട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുമല്ലോ. അങ്ങനെ ചെയ്യാൻ നോക്കി. അപ്പം ഡെറിക്കിനെ എൻ്റെ കൂടെ കിടത്തി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡെറിക്കിനെ കൊണ്ട് ചെയ്യാൻ നോക്കി. ആക്ടിവിറ്റീസ് എല്ലാം സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു, ഡെറിക്കിനെ കൊണ്ട് ഈ ട്രൈ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ കീബോർഡ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കീബോർഡ് പഠിക്കാൻ വേണ്ടി ഞാൻ നോക്കി ഡെറിക്കിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇവനെ കൊണ്ട് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെ ഞാൻ ഡെറിക്കിനെ ഇരുത്തി ഞാൻ പറഞ്ഞു, ഡെറിക്ക് നീ വായിക്കുക. അപ്പോൾ ഡെറിക്കിന് ആദ്യത്തെ 2 ദിവസം ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഡെറിക്കിനെ ഇരുത്തി, ഇല്ല നീ ചെയ്യ്, നിന്നെ കൊണ്ട് പറ്റും. അപ്പം ഡെറിക്ക് ഇരുന്ന് ചെയ്തു. ഒരു 1 വീക്ക് ഞാൻ ഡെറിക്കിനെ കൊണ്ട് ചെറിയ റൈംസ് ഒക്കെ വായിപ്പിച്ചു. ഒരു 2nd വീക്ക് ആയപ്പോൾ ഡെറിക്ക് തന്നെ ആ കീബോർഡിലോട്ടൊരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. ആ ഇൻട്രസ്റ്റിലാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇവനെ കൊണ്ട് എന്തും സാധിക്കും എന്നുള്ളൊരു എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. അപ്പോൾ ഡെറിക്കിനെ കൊണ്ട് ഞാൻ ഇരുത്തി ഇതെല്ലാം ഞാൻ പഠിക്കുന്നതിൻ്റെ അഡ്വാൻസ് രീതിയിൽ ഡെറിക്ക് കുറച്ച് കഴിയുമ്പോൾ വായിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ വായിക്കും, ഇവൻ ആ കാലിബർ ഉണ്ട്. അപ്പം ഞാൻ ഡെറിക്കിൻ്റെ അടുത്ത് പറഞ്ഞു, ഡെറിക്ക് ആ ഒരു സ്കിൽസ് ഇമ്പ്രൂവ് ആയി തുടങ്ങി. അപ്പം ഞാൻ ഡെറിക്കിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു നല്ലൊരു കീബോർഡ്, ഒരു അപ്ഗ്രേഡബിൾ കീബോർഡ് വാങ്ങിച്ചു കൊടുത്തു. അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് ആ ഒരു പാട്ടിലോട്ടും ഇൻട്രസ്റ്റ് വന്ന് അങ്ങനെയാണ് ഡെറിക്ക് കീബോർഡ് ആ ഒരു സ്ട്രീമിലോട്ട് പോകുന്നത്.
ഡെറിക്കിൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആളെ രാവിലെ തന്നെ എഴുന്നേക്കും എന്നുള്ളതാണ്. രാവിലെ പുള്ളി എഴുന്നേറ്റ് അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഒന്നും ഒരു മടിയില്ല, എല്ലാം ചെയ്ത് ഒരു 7:30 ആകുമ്പോഴത്തേക്ക് തന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവന് ഇൻസുലിൻ എടുക്കേണ്ടതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായിട്ട് അവന് കോളേജിൽ പോകാനായിട്ട് 9 ആകുമ്പോഴത്തേക്ക് അവൻ എല്ലാം റെഡിയായി കോളേജിൽ പോകാനായിട്ട് റെഡിയാകും. പിന്നീട് കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാലും അവന് ഫ്രഷപ്പായി സ്നാക്സ് കഴിച്ചു, ചായ കുടിച്ചു, അവൻ്റെ കാര്യത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിള് കേൾക്കുന്നതിനും കീബോർഡ് വായിക്കുന്നതിനും ഡെയിലി അതൊരു റൊട്ടീനാണ് അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ. ബൈബിള് കേൾക്കുന്ന ഒരു ദിവസം പോലും കേൾക്കാതെ ആൾ കിടക്കത്തില്ല. അതുപോലെ കീബോർഡും അത് തന്നെയാണ്. അവന് ഡെയിലി അത് വേണം. അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നീട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. വൈകിട്ടാണെങ്കിലും ഇരുന്ന് കുറേ നേരം ഇരുന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ടാണ് പിന്നീട് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കുമ്പം തന്നെ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് അവന് കൊടുക്കും. ആ റെക്കോർഡ് പിന്നീട് അവൻ്റെ സൗകര്യം പോലെ ഇരുന്ന് കേട്ട് പഠിച്ചാണ് അവൻ പരീക്ഷയെല്ലാം എഴുതുന്നത്. അതുപോലെ പ്രാർത്ഥനയാണേലും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ഡെയിലി പ്രാർത്ഥിക്കും. എന്ത് കാര്യത്തിനും തുടങ്ങുന്നതിന് മുമ്പും എവിടെ പോകുന്നതിന് മുമ്പും എന്തിനും ഏതിനും പ്രാർത്ഥനയിലാണ് അവൻ്റെ തുടക്കവും. അവൻ പ്രാർത്ഥിച്ചിട്ടേ അവൻ ഏത് കാര്യത്തിനും മുമ്പോട്ട് ഇറങ്ങാറുള്ളൂ. അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു വിജയരഹസ്യം. ഡെറിക്കിന് ബൈബിള് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഡെറിക്ക് ഇത് കേട്ട് എനിക്ക് തോന്നുന്നു ബൈബിൾ എങ്ങനെ പോയാലും ഒരു 5-6 പ്രാവശ്യം കംപ്ലീറ്റ് കേട്ട് കാണും. അവൻ എന്നിട്ട് അത് മനപ്പാടാക്കാൻ തുടങ്ങി, എന്നിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സാധാരണ ആൾക്കാർ ബൈബിള് വായിച്ചു വിടുക, അവൻ അത് വായിക്കുന്നതിനൊക്കെ കൂടുതൽ അണ്ടർസ്റ്റാൻഡാണ് ചെയ്യുന്നത്. അതിൽ എന്താണ് സ്റ്റോറി, അവനെല്ലാം ഒരു സ്റ്റോറി മോഡ് പോലെ അത് മനസ്സിലാക്കും. അതെങ്ങനെയാണ് കാര്യങ്ങൾ, ആ ഒരു ചാപ്റ്ററിലെ ആ ലെസൺ എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ കൺക്ലൂഷൻ എന്തുവാണ്, ദൈവം നമുക്ക് തരാനുള്ള മെസ്സേജ് അതിൽ കൂടെ എന്തുവാണെന്നുള്ളത് ഡെറിക്ക് അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബൈബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വചനമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ സംഭവം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നതും പെട്ടെന്ന് കുടിയെ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ മുഴക്കവും ആ തീയും ഇറങ്ങുന്നതായിട്ടുള്ള പല സംഭവങ്ങൾ. പിന്നെ അതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പഴയ നിയമ ഉദ്ധരണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്. പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചപ്പോൾ ആദ്യം പ്രസംഗിക്കുന്നത് യോവേൽ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട്, യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതി ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും, എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ. അതുപോലെ തന്നെ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളും, അത് യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ എന്നുള്ള ഉദ്ധരണി. പല ഇതുപോലുള്ള അങ്ങനെ പല പുതിയ നിയമം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക വാക്യങ്ങളും പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടുള്ള വാക്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, ഞാൻ ഡെറിക്കിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ഡെറിക്ക് എനിക്കും എൻ്റെ അടുത്തും പറഞ്ഞു തരാറുണ്ട്, ഇങ്ങനെയാണ് അച്ചച്ച, അത് ഇങ്ങനെയാണ്, നമ്മുടെ ബൈബിളിൽ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്ക് ഇന്ന മെസ്സേജാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ ലോകത്തിലേക്കുള്ള മെസ്സേജാണിത് എന്ന് പറഞ്ഞാൽ ഡെറിക്ക് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാറുണ്ട്. ഡെറിക്കിൻ്റെ അടുത്ത് ഇപ്പം നമ്മൾ ഒരു അധ്യായത്തിൽ നിന്ന് ഒരു ചെറിയൊരു വേർഡിങ്സ് എടുത്തിട്ട് ഡെറിക്ക് ഇത് ഏത് അധ്യായത്തിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറിക്കിന് അത് ഈസി ആയിട്ട് പറയാൻ കഴിയും. കാരണം ഡെറിക്ക് ആ മൊത്തം ബൈബിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു സെൻറ്റൻസ് ചോദിക്കുന്നുണ്ട്, ഡെറിക്ക് അത് ഏത് അധ്യായത്തിൽ നിന്നാണ് അനലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ചാപ്റ്ററിൽ ഇന്നതാണ് സ്റ്റോറി, അത് ഡെറിക്കിൻ്റെ മൈൻഡിൽ ഫീഡായി കിടക്കുവാണ്. അപ്പം ഡെറിക്കിന് അത് എളുപ്പം പറയാൻ പറ്റും. ഡെറിക്കിന് ആ ഒരു സ്കില്ലും കാലിബറും ഉണ്ട്. ഹായ്, എല്ലാവരും ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാനാണ്. 8-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഞങ്ങളുടെ കർത്താവേ യഹോവേ, നിൻ്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനാണ് വചനം വായിക്കണമെന്ന്. വചനത്തിന് വളരെയധികം ശക്തിയുണ്ട്. വചനത്തിന് നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റും, നമ്മുടെ തകർന്ന മനസ്സിനെ സ്വാന്തനപ്പെടുത്താൻ പറ്റും, നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റും. അപ്പം
എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, വചനം വായിക്കണം. നമ്മൾ ഇങ്ങനെ വെറുതെ വായിച്ച് വിടുന്നതല്ല. വചനം വായിക്കുമ്പോൾ ആ വചനത്തിന് ജീവനുണ്ട്. ആ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ മിനിമം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പെങ്കിലും ഒരു വാക്യമെങ്കിലും വചനത്തിൽ നിന്ന് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയുവാനും ആ ദൈവിക സ്നേഹം രുചിച്ചറിയുവാനും ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചുമ്മാ ഇങ്ങനെ വേദപുസ്തകം എടുത്തൊരു നോവൽ വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിക്കുന്നത് ചുമ്മാ വായിച്ചു വിടുകയല്ലേ ചെയ്യേണ്ടത്. നമ്മൾ വചനം മനസ്സിരുത്തി ധ്യാനിച്ച് അത് ഒരൊറ്റ വാക്യം മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ഒരു വാക്യം എങ്കിലും നമ്മൾ മനസ്സിരുത്തി ധ്യാനിച്ചാൽ നമുക്കത് വളരെയധികം പ്രയോജനപ്പെടും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ അത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യമാണ്. അപ്പം നമ്മൾ പ്രമാണിക്കുന്നത് പോട്ടെ, നമ്മൾ ആദ്യം വചനം വായിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം ഏത് സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരാൾക്കാണേലും തിരുവചനത്തിൻ്റെ ആ ഒരു മാധുര്യം നമ്മൾ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഒരു വാക്യമെങ്കിലും നിങ്ങൾ മിനിമം രാത്രി കിടക്കുന്നതിന് മുമ്പെങ്കിലും ധ്യാനിച്ചിട്ടേ കിടക്കാവൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ബൈബിളിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് അവൻ ഇന്ന് വരെയും അവൻ ഒരു ദിവസം പോലും ബൈബിൾ കേൾക്കാതെ കിടക്കത്തില്ല. എല്ലാ ദിവസവും ബൈബിൾ കേൾക്കും. അത് ഒരു ഭാഗമൊന്നും എടുത്തു കഴിഞ്ഞാൽ അത് തീരാതെ ഉറങ്ങത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവൻ്റെ കാര്യം. എന്നും ബൈബിൾ കേൾക്കണം, ബൈബിൾ കേൾക്കുകയും വേണം. അതും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ടും അവന് ഇൻട്രസ്റ്റാണ്. അതിൽ നിന്ന് ജീവിതത്തിൽ എങ്ങനെയാണ് അത് ഓരോ പാഠങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അത് ഇന്ന ഭാഗത്താണ് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് അത് ഇതാണ് വേണ്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ ബൈബിൾ ത്രൂ ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കും പറഞ്ഞു തരും, ഇന്ന് ഞാൻ ഇന്ന വാക്കുകളാണ് കേട്ടത്, ഇന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളെയും പഠിപ്പിക്കും. നമ്മളിപ്പോൾ ലോകത്തിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ. ചിലവരെ മാറ്റി നിർത്തും, ചിലവരെ നമ്മൾ അടുത്ത് വെക്കും. അങ്ങനല്ല വേണ്ടത്. ഇവരെല്ലാം നമുക്കൊരു ഗോഡ് ഗിഫ്റ്റഡ് ആണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഡെറിക് ഉണ്ടായിക്കൊണ്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം മനസ്സിലാക്കി ഞാൻ ഡെറിക്കിനെ നമ്മൾ ചേർത്ത് വെക്കുന്നു. അതുപോലെ ലോകത്ത് എത്ര പിള്ളേരുണ്ട്, നമ്മൾ അവരെ എല്ലാം ചേർത്ത് വെക്കണം. അവരൊരിക്കലും ഒരു അവോയ്ഡഡ് തിങ്സ് അല്ല, അവരെ നമ്മൾ ചേർത്താണ് വെക്കേണ്ടത്. അവർക്ക് ഓരോരോ സ്കിൽസും കാലിബറും ഉണ്ട്. അത് നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ചേർത്തെടുക്കും. ഇപ്പം ഡെറിക്കിനാണെങ്കിൽ ഗ്രാസ്പിംഗ് പവർ ഉണ്ട്, പാട്ട് പാടാനുള്ള സ്കിൽസ് ഉണ്ട്, കീബോർഡ് വായിക്കും, ബൈബിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട്. ഇതെല്ലാം ദൈവം ഓരോ ആൾക്കാർക്കും ഓരോ സ്കിൽസും പവറുമാണ് കൊടുത്തിരിക്കുന്നത്. ചില ആൾക്കാർക്ക് പടം വരയ്ക്കാനുള്ള സ്കില്ല് കിട്ടും. അത് ഞാൻ പറയും ഡിസേബിൾഡ് മാത്രമല്ല, എല്ലാ സ്പെഷ്യലി ചാലഞ്ച്ഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്പെഷ്യലി ചാലഞ്ച്ഡ് ചൈൽഡ്സ്, ഇവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു സ്കില്ലും എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ ആൾക്കാർക്ക് പോലും ഇല്ലാത്ത സ്കിൽസാണ് അവർക്കുള്ളത്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെച്ചാൽ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവരുടെ പ്രോബ്ലംസ് നമുക്ക് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവം ഒരിക്കലും ഒന്നും അറിയാതെ നമുക്കൊന്നും തരത്തില്ല. ഇപ്പം ഡെറിക്കിന് ഞാൻ ഒരു വ്യക്തി ചേട്ടനായിട്ട് കിട്ടിയത് കാരണം ദൈവത്തിനറിയാം എന്നെ കൊണ്ട് ഡെറിക്കിനെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഡെറിക്കിനെ ഒരാളെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ചേട്ടൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ദൈവം എനിക്ക് തന്നത്. ഞാൻ ഒരിക്കലും ഇപ്പം ദൈവത്തിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. പണ്ട് ഡെറിക്ക് ഞങ്ങൾ ട്രിവാൻഡ്രത്തുണ്ടായ സമയത്ത് ഡെറിക്ക് കൂടുതൽ റേഡിയോ കേൾക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവന് ഈ ഓഡിയോ ബൈബിൾ കിട്ടുന്നത്. അതിനു മുമ്പ് ഡെറിക്ക് ഡെയിലി ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഡെറിക്ക് പണ്ട് ആരടുത്തും വലുതായിട്ട് ക്ലോസ് അല്ലായിരുന്നു. അപ്പം ഡെറിക്ക് കൂടുതൽ പാട്ട് അല്ലെങ്കിൽ സ്പീച്ചസ് ഇതൊക്കെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അന്ന് റേഡിയോ FM ആ ഒരു റേഡിയോ ഇതിലായിരുന്നു ഡെറിക്ക്. ഇത്ര സമയമുണ്ട് 4 o'clock to 8 o'clock, ആ സമയത്ത് ഡെറിക്ക് റേഡിയോ കേൾക്കും. അതും ഒരു ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഡെറിക്ക് റൂമിൽ പോയിരുന്ന് കേൾക്കും. അതുപോലെയായിരുന്നു. പിന്നെ ബൈബിള് കിട്ടിയപ്പം
അച്ഛൻ സാജൻ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ഡെറിക്കിന് ആ ഓഡിയോ ബൈബിൾ കൊടുത്തത്. ആ ഓഡിയോ ബൈബിൾ കൊടുത്തപ്പോൾ ഡെറിക്കിന് ആദ്യം ഓക്കെ ഇതെന്തുവാന്ന് നമുക്ക് നോക്കണം. അപ്പം ആദ്യത്തെ ദിവസം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന ബട്ടൺ ഇതിനാണ്, ഇത് പ്ലേ, ഇത് പോസ്, ഇത് നെക്സ്റ്റ്, സ്കിപ്പ്, ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. സെക്കൻഡ് ഡേ ഡെറിക്ക് അത് ക്യാച്ചപ്പ് ചെയ്തു. അവൻ തന്നെ ഇരുന്ന് അവന് ഇഷ്ടമുള്ള സമയത്ത് അവൻ അത് എടുക്കും, ബൈബിൾ എടുക്കും, പോകും, അമ്മേനെ വിളിക്കും, അത് കണക്ട് ചെയ്യാനായിട്ട് ഇലക്ട്രിക്കൽ ആയിക്കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് അമ്മേനെ വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഡെറിക്ക് തന്നെ അത് കേൾക്കാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പം പിന്നെയും അതിൻ്റെ ഒരു യൂസിങ് ടൈം കൂടി, ഒരു 2 hours 3 hours ആയിരുന്നു, അത് ഇച്ചോട് കൂടി. അതിൻ്റെ ഇടയ്ക്ക് കീബോർഡ് വായിക്കുന്നു. പിന്നെ ഡെറിക്ക് മൊത്തത്തിൽ ബൈബിളിലും മ്യൂസിക്കലിലുമായി മാറി. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് നമ്മൾ വാല്യൂ കൊടുക്കാറില്ല. അങ്ങനല്ല ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഈക്വലാണ്. ഇപ്പം നമ്മളൊരു മനുഷ്യൻ, ഞാനെന്നുള്ളൊരു വ്യക്തി, എനിക്ക് 2 കാല് 2 കൈ കണ്ണ് മൂക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് അത് ദൈവം കൊടുത്തിട്ടില്ല. അത് ദൈവം അവർക്ക് ഈ സ്കില്ലില്ലെങ്കിൽ അവർക്ക് വേറെ രീതി കൂടെ അവർക്ക് അത് ഈ ലോകത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ടാണ് ദൈവം അവരെ ഈ ലോകത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം എനിക്കൊരു ബ്രദറുണ്ട്. അപ്പോൾ അവനെ ഞാൻ നോക്കുന്ന പോലെ വേറെ ആൾക്കാരും അവരുടെ ബ്രദേഴ്സിനെ, അല്ലെ ഇപ്പം സ്വന്തം വീട്ടിലുണ്ടാവണമെന്നുമില്ല. ഇപ്പം നമ്മൾ സൊസൈറ്റിയിലായാലും ഒരാൾക്ക് കാല് വയ്യെങ്കിലോ അല്ലെങ്കിൽ ചെവി കേൾക്കത്തില്ല അല്ലെങ്കിൽ കണ്ണ് കാണത്തില്ലെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക, അവരെ നമ്മൾ ചേർത്ത് പിടിക്കാൻ നോക്കുക. അതിൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരുത്തില്ല. അതിൽ ദൈവം നമുക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് കൂടുതൽ കിട്ടത്തേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. ഞാൻ ഡെറിക്കിനെ എൻ്റെ കൂടെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബ്ലെസ്സിങ്സ് ആണ് ദൈവം തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഡെറിക്കിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് എനിക്കും ഒരു നല്ല രീതിയിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. ശരി, ഞാൻ എൻ്റെ മൈസെൽഫ് എന്ന് അറിയപ്പെടുന്നതിനെക്കാട്ടും കൂടുതൽ ഡെറിക്കിൻ്റെ ചേട്ടൻ എനിക്ക് അറിയപ്പെടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ലോകം കാണുന്നത് ഡെറിക്കിൽ കൂടാണ്. അപ്പം ഞാൻ എന്നൊരു വ്യക്തി അറിയപ്പെടുന്ന ഡെറിക്കിൻ്റെ ചേട്ടനാണ്. ഞാൻ അതിൽ ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ആ ഒരു ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ നെയ്ബർഹുഡിൽ പോലും ഇങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ദൈവം ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്കിൽസും കാലിബറും ദൈവം കൊടുത്തിട്ടുണ്ട്. അത് അവരെ ഒന്ന് വിട്ട് കഴിഞ്ഞാലാണ്, ഒരു ഫ്രീ ബേർഡായിട്ട് വിട്ട് കഴിഞ്ഞാലാണ് അവരുടെ ഒരു എന്താണ് പറയുന്നത്, അവരുടെ ഒരു ഗ്രാസ്പിംഗ് പവർ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഓരോ കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പവറുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഡെറിക്കിന് ഈ ഒരു ബൈബിളിലുള്ള ഇൻട്രസ്റ്റ് ഞങ്ങൾ അറിയും. ഡെറിക്കിനെ ഫ്രീ ആയിട്ട് വിട്ടു. ഡെറിക്കിന് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഡെറിക്ക് അത് ചെയ്യട്ടെ ഞങ്ങൾ ആ രീതി വിട്ടുകൊണ്ടാണ് ഡെറിക്ക് കീബോർഡിലോട്ടും വരാൻ തുടങ്ങിയത്, പിന്നെ ബൈബിളിലോട്ടും, അങ്ങനെ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും അങ്ങനെയൊക്കെ വന്നത്. അതുപോലെ തന്നെ നമ്മൾ ആൾക്കാരെ ഇങ്ങനത്തെ ഉള്ള സ്പെഷ്യലി ചാലഞ്ച്ഡ് പിള്ളേരെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ടൈമിൽ നിന്ന് അവരെന്ത് യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അതാണ് അവരുടെ സ്കിൽസും അതാണ് അവരുടെ പവറും. അങ്ങനെയാണ് നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് നെഗറ്റീവും കാണും പോസിറ്റീവും കാണും. അത് നമ്മൾ നെഗറ്റീവിൻ്റെ വഴിക്ക് പോട്ട് അതിൽ നമുക്കൊന്നും ചെയ്യാം. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടിയത്. പോസിറ്റീവ് ആൾക്കാരാണ് നെഗറ്റീവ് ആൾക്കാരനെ പോസിറ്റീവ് ആക്കേണ്ടത്. ഇപ്പം ഡെറിക്ക് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളത് അവൻ ബ്ലൈൻഡാണ്, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇൻസ്റ്റഡ് ഞങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവൻ ഒരു നോർമൽ, നമ്മൾ സാധാരണ ഒരു ആൾക്കാരുടെ കൂട്ട് തന്നെയാണ് ഡെറിക്കിനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഒരു വയ്യാത്ത കുഞ്ഞിനെയാണെങ്കിൽ നമ്മൾ അവനെ കൊണ്ട് സാധിക്കത്തില്ല, അവനെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കില്ല. നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. എന്തോത്തിനാണെങ്കിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്തിട്ടാണ് അവരെ ഈ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിക്കേണ്ടത്. ഡെറിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ കാരണം ഡെറിക്കിൻ്റെ ഫാദറും മദറുമാണ്. ഡെറിക്കിൻ്റെ ഫാദർ ഭയങ്കരമായിട്ട് ഡെറിക്കിനെ സപ്പോർട്ടീവ് ആയിരുന്നു. ആ ഒരു മോറൽ സപ്പോർട്ടും ഒരു എൻകറേജ്മെൻറ്റും ഒക്കെ ഡെറിക്കിന് കിട്ടിയത് ഡെറിക്കിൻ്റെ ഫാദറിൻ്റെ അടുത്തു നിന്നാണ്. കാരണം ഡെറിക്കിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡെറിക്ക് ആദ്യം ചോദിക്കുന്നത് ഡെറിക്കിൻ്റെ ഫാദറിൻ്റെ അടുത്താണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു മെയിൻ ഒപ്പീനിയൻ ഡെറിക്ക് എടുക്കുന്ന ഡെറിക്കിൻ്റെ ഫാദറിൻ്റെ അടുത്തു നിന്നാണ്. പിന്നെ ഒരു എഡ്യൂക്കേഷണൽ വൈസും അല്ലെങ്കിൽ ഡെറിക്കിന് സെക്കൻഡറി മോറൽ സപ്പോർട്ട് കിട്ടുന്ന ഡെറിക്കിൻ്റെ മദർ അടുത്തു നിന്നാണ്. ഡെറിക്കിൻ്റെ ഹെൽത്ത് മൊത്തം മമ്മിയാണ്, എൻ്റെ മദറാണ് മോണിറ്റർ ചെയ്യുന്നതും ഒക്കെ. ഡെറിക്കിൻ്റെ ഫുഡും എല്ലാം ഇതെല്ലാം നോക്കും. ഡെറിക്കിൻ്റെ ഫുൾ ഡേ ടു ഡേ ലൈഫ്
മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡെറിക്കിൻ്റെ മദറാണ്. ഡെറിക്ക് എല്ലാവരോടും വലിയ ലവിങ്ങാണ്. എല്ലാവരോടും എല്ലാവരെയും ഇഷ്ടമാണ്. ആരെയും അങ്ങനെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറല്ല. എല്ലാവരോടും ഇഷ്ടത്തോടു കൂടിയാണ് പെരുമാറുന്നത്. അധികം സംസാരിക്കാറില്ല. പിന്നീട് പറയുകയാണെങ്കിൽ അവൻ്റെ ലോകമെന്ന് പറയുന്നത് തന്നെ അവൻ്റെ ബൈബിള്, അവൻ്റെ കീബോർഡ്, അവൻ്റെ ഗിത്താറ്, അവൻ്റെ ആ ഒരു രീതിയിലാണ് അവൻ്റെ ഓരോ ദിവസവും പോകുന്നത്. എനിക്കിതുപോലുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്ന ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. നല്ല പേരൻസിനെ തന്നു, നല്ല ബ്രദറിനെ തന്നു, അതോടൊപ്പം നല്ല ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എന്ന് വേണ്ടുന്ന സകലരെയും അവിടുന്ന് ദൈവം ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ഇതുപോലുള്ള ശാരീരിക ബലഹീനതകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്ലെസ്സിങ്സ് അത് ഞങ്ങൾക്ക് വേണം. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ അത് അവരുടെ ഒരു കുറവായിട്ട് കണക്കാക്കാതെ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു താലന്തായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ അപ്പനും അമ്മയും എല്ലാം അതിനെ നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഓരോ മാതാപിതാക്കളും അറിഞ്ഞ് കണ്ട് ചെയ്യുക. കാരണം അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. പൊതുസമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പള്ളികളിൽ നിന്നും അങ്ങനെയുള്ളിടത്തു നിന്നൊന്നും അവരെ മാറ്റി നിർത്തുകയല്ല. അവരെ നമ്മളെക്കാട്ടിൽ ഒരു പടി മുമ്പോട്ട് നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം എല്ലാ കുറവുകളും ഉണ്ടെന്ന് പറയുന്നതല്ല, എല്ലാ കഴിവുകളും അവർക്കുണ്ടെന്ന് പറഞ്ഞ് അവരെ മുമ്പിലോട്ട് കൊണ്ടുവരികയാണ് നമ്മളവരെ ചെയ്യേണ്ടത്. അത് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ മാതാപിതാക്കൾക്കും അതിനുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെയും കൊണ്ട് എല്ലാ കഴിവുകളും ആ കുഞ്ഞിൻ്റെ എടുത്ത് പുറത്ത് കാണിക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ലൊരു കുഞ്ഞായിട്ട് കാണിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഇതിലാണ് ദൈവം തമ്പുരാൻ നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെയും തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കുഞ്ഞ് ഒരു കുറവുള്ള കുഞ്ഞല്ല, എല്ലാ കുറവുകളെ മറികടന്ന് അവരേറ്റവും കൂടുതൽ എല്ലാ കഴിവുകളും ഉള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മളവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് അവർ സമൂഹത്തിനും നമ്മുടെ നാടിനും എല്ലാത്തിനും നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറി എല്ലാവർക്കും ഉപകാരമുള്ള കുഞ്ഞായിട്ട് മാറി വരുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും തമ്പുരാൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടുത്തെ ഉദ്ദേശം എന്താണോ അത് അവരിൽ കൂടി നിറവേറണേ, അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് നടത്തിക്കൊണ്ട് വരണേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിലുള്ള മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞിനെക്കാട്ടിൽ ഒത്തിരിയും പ്രയാസം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നേരിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് വലിയ പ്രയാസം ഇപ്പോൾ തോന്നാറില്ല. പക്ഷേ ഞാൻ ഒത്തിരി പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നപ്പോൾ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിന് നല്ല മുമ്പോട്ടുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞിന് നടക്കാൻ പറ്റുന്നത്, നല്ല ഉയർച്ച പറ്റുന്നത്. പൊതുസമൂഹത്തിൽ നിന്നും മറ്റുള്ള കുഞ്ഞുങ്ങളെ അകറ്റി നിർത്താതെ അവരെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളും പ്രാർത്ഥിക്കണം.